morning to all. Welcome to another series of Income Tax Law and Practice. So, welcome all viewers to Bosco Campus Vision. So, let's begin with today's class. This is Asha SP, Assistant Professor of PG Department of Commerce. So, in the last class we have discussed about fully exempted allowances and partly taxable allowances. Entertainment allowance ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. So today we are going to discuss about the house rent allowance. Okay, so we all know that partly taxable allowances can be classified into three for the purpose of computation. അപ്പം allowances കുറെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ മനസ്സിച്ച് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ചാർട്ട് വൈസിലാക്കി നമ്മൾ allowances മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. fully taxable, partly taxable and fully exempted. Okay, so partly taxable allowance ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. So partly taxable allowances can be classified into three. Entertainment allowance, house rent allowance and special allowance. So let's look into what do you mean by house rent allowance. House rent allowance is defined under section 10 subsection 13A of Income Tax Act of 1961. And what do you mean by house rent allowance? House rent allowance is given by the employer to the employee for meeting the cost of rent. അല്ലെങ്കിൽ റെന്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയി കൊടുക്കുന്ന അലവൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഹൗസ് റെന്റ് അലവൻസ് വിച്ച് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 13A. ഓക്കെ, സോ ഇവിടെ ഹൗസ് റെന്റ് അലവൻസ് നമുക്കറിയാം പാർട്ട്ലി ടാക്സബിൾ അലവൻസസിലാണ് വരുന്നത്. സോ വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് പാർട്ട്ലി ടാക്സബിൾ അലവൻസ്? സോ ഇറ്റ് ഇസ് പാർട്ട്ലി exempted from tax അല്ലെങ്കിൽ it is partly taxable under the income from. ഇതിന് ഒരു പരിധി വരെ മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. അപ്പൊ ആ ലിമിറ്റ് ഏതാണെന്നാണ് നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ വഴി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കാം. For the purpose of computation, house rent allowance can be classified into two: living in on house, living in rented house. Employee living in on house and employee living in rented house. Okay, അപ്പോൾ on house and rented house ൽ താമസിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കമ്പ്യൂട്ടേഷൻ ആണ്. If the employee is living in on house, HRA is fully taxable. HRA എത്രയാണ്? കാരണം സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. ഹൗസ് റെന്റ് അലവൻസ് കിട്ടിയാലും അതിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം because he is living in his own house. Then living in rented house. അപ്പം living in on house ആണെങ്കിൽ HRA is fully taxable. Then ഇനി വരുന്നത് ലിവിങ് ഇൻ റെന്റഡ് ഹൗസ്. എംപ്ലോയി റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നതെങ്കിൽ ആണ് അതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. ഓക്കെ, സോ if the employee is living in rented house ആണെങ്കിൽ നമുക്ക് അപ്പോൾ ആ ലിമിറ്റ് കണ്ടുപിടിക്കണം. So least of the following is exempted. Okay, so least of the following we have three steps here. മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക്. അതിൽ ഏതാണോ ചെറുത് അതിന് എക്സെംഷൻ കിട്ടും. അപ്പൊ എക്സെംഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടാക്സബിൾ പോർഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, എക്സെംപ്റ്റഡ് പോർഷൻ നമുക്കറിയാം. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദി ടാക്സബിൾ പോർഷൻ. സോ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഇസ് എക്സെംപ്റ്റഡ്. ഓക്കെ, അപ്പൊ നമ്പർ 1 ആക്ച്വൽ HRA റിസീവ്ഡ്. അപ്പോൾ എംപ്ലോയിക്ക് കിട്ടുന്ന HRA എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് വ്യക്തമായി പറഞ്ഞിരിക്കും. ദെൻ റെന്റ് ഓർ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെന്റ് പെയ്ഡ് മൈനസ് റെന്റ് പെയ്ഡ്, അയാൾ റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നതെങ്കിൽ അയാൾ എന്തായാലും റെന്റ് കൊടുക്കും. സോ ഈ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് എംപ്ലോയി സാലറി. സോ 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ നോർമലി സാലറി എന്ത് ചെയ്യും? അവിടെ വെച്ചെന്ന് ബേസിക് സാലറി എടുത്ത് എഴുതും, അതിന്റെ 10%. അങ്ങനെയല്ല, ഇവിടെ സാലറി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് 3 components. Number 1 basic salary plus DNS allowance forming part of salary plus commission based on turnover. So ഇവിടെ 10% of salary എന്ന് പറയുന്നത് it includes basic salary plus DNS allowance forming part of salary plus commission based on turnover. So ഇത്രയും ചേരുന്നതാണ് salary. Or 40 or 50% of salary. അപ്പോൾ നമ്മൾ അവിടെ 40 or 50, അപ്പോൾ കൺഫ്യൂഷൻ വരാം. അന്ന് 40 or 50. Okay, so 40% of salary or 50% of salary. അപ്പോൾ എംപ്ലോയി എവിടെയാണ് താമസിക്കുന്നത് നോക്കുക. If the employee is living in Mumbai, Chennai, Delhi or Kolkata, ഈ 4 സിറ്റീസിലുമാണ് എംപ്ലോയി താമസിക്കുന്നത് എങ്കിൽ നമ്മൾ 40% of salary അല്ല കമ്പ്യൂട്ട് ചെയ്യുന്നത്. We are computing 50% of salary.
Okay, അപ്പോൾ നമ്മൾ ഇത് മൂന്ന് അപ്പോൾ ഇവിടെയും സാലറി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ബേസിക് സാലറി പ്ലസ് DNS അലവൻസ് എൻഡേഴ്സ് പ്ലസ് ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. സോ ഇത്രയും ചെയ്യുന്നതാണ് സാലറിയുടെ മീനിങ്. ഇവിടെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സാലറി ഫോർ കാൽക്കുലേഷൻ ഓഫ് HRA. സോ അവിടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സാലറി ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് HRA, സാലറി മീൻസ് ബേസിക് സാലറി പ്ലസ് DNS അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. വെറുതെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കത്തില്ല, കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണോ ചെറുത് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഇസ് എക്സംപ്റ്റഡ് ആണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഏതാണോ ചെറുത് അതിന് എക്സംപ്ഷൻ കിട്ടും. ദെൻ വാട്ട് ഇസ് ദ ടാക്സബിൾ പോർഷൻ? നമ്മൾ എപ്പോഴും പറയും എക്സംപ്റ്റഡ് പോർഷൻ തന്നിട്ട് ടാക്സബിൾ പോർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ എക്സംപ്റ്റഡ് പോർഷനെ ടാക്സബിൾ പോർഷനിൽ നിന്ന് ലെസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എക്സംപ്റ്റഡ് പോർഷൻ കിട്ടി ഏറ്റവും ചെറിയ എമൗണ്ട്. അത് ആക്ച്വൽ HRA റിസീവ്ഡ്, അതായത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആക്ച്വൽ HRA റിസീവ്ഡ് എന്ന് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടാക്സബിൾ പോർഷൻ വിച്ച് ഇസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, സോ ഇതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഹൗസ് റെന്റ് അലവൻസ്. അപ്പൊ ഇനിയൊരു ഡൗട്ട്, ഇനി ആക്ച്വൽ HRA റിസീവ്ഡ് ആണെങ്കിലോ ചെറുത് അല്ലേ? എന്താണ്? നത്തിങ് ഇസ് ടാക്സബിൾ. ബിക്കോസ് എക്സെപ്റ്റഡ് എമൗണ്ട് തന്നെ ആ എമൗണ്ട് ആണ്, ചെറിയ എമൗണ്ട് ആണ്. അത് ആക്ച്വൽ എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0. So nothing will be taxable. So this is the computation of house rent allowance, and this is one of the most important topic in income tax law and practice. So അപ്പോൾ എല്ലാവർക്കും ഈ particular session മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. So thank you for watching my video. So this is Asha SP signing off from Bosco Campus Vision. Stay tuned.